ഇന്ത്യക്കാർ ദിവസം 5 മണിക്കൂർ ഫോണിൽ ചിലവഴിക്കുന്നു. മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ ഒറ്റ വർഷം സ്ക്രീൻ നോക്കിയിരുന്നത് 1.1 ലക്ഷം കോടി മണിക്കൂറുകളാണ്. ഈ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ 120 കോടിയിലേറെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും 950 ദശലക്ഷം ഇന്റർനെറ്റ് ഉപയോക്താക്കളുമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ദിവസേനയുള്ള മൊബൈൽ സ്ക്രീൻ ടൈമിന്റെ കാര്യത്തിൽ ബ്രസീലിനും ഇന്തോനേഷ്യയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ആമസോൺ, മെറ്റ പോലെയുള്ള അന്താരാഷ്ട്ര IT ഭീമന്മാർ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപണിയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് 1 GB ഇന്റർനെറ്റിന് പരമാവധി 10 രൂപയാണ് സേവനദാതാക്കൾ ഈടാക്കുന്നത്. സമീപകാലത്ത് കുറഞ്ഞ വിലയിലുള്ള സ്മാർട്ട് ഫോണുകൾ കൂടി അവതരിപ്പിച്ചതോടെ ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പലരെയും ഫോണിന് അടിമകളാക്കുകയും മണിക്കൂറുകളോളം ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2024 ഇന്ത്യക്കാർ അവരുടെ ഫോണുകളിൽ ചെലവഴിച്ചത് 1.1 ലക്ഷം കോടി മണിക്കൂറുകളാണെന്നാണ് ഈവയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലും നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലുമായി ഇന്ത്യയിലെ ഉപയോക്താക്കൾ ദിവസവും ശരാശരി 5 മണിക്കൂറോളം സമയം ചിലവഴിക്കുന്നുണ്ട്. ഇതുവഴി ഡിജിറ്റൽ ക്രിയേറ്റർമാർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും കാണുന്നവർക്ക് സമയനഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കുന്ന സമയങ്ങളിൽ 70% സോഷ്യൽ മീഡിയ, ഗെയിമിംഗ്, വീഡിയോ എന്നിവയ്ക്ക് വേണ്ടിയാണ് നീക്കിവയ്ക്കുന്നതെന്നും ഈവൈ പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ മാധ്യമ വിനോദ ബിസിനസിന്റെ പ്രധാന മേഖലയായിരുന്ന ടെലിവിഷനെ മറികടന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടി വരികയാണ്. 2024 രാജ്യത്തെ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ മൂല്യം 2.5 ലക്ഷം കോടി രൂപയായി കണക്കാക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.